8 മാസമായി കൂലി ലഭിക്കാതായതോടെ സംസ്ഥാനത്തെ പരമ്പരാഗത കൈത്തറി നെയ്ത്ത് തൊഴിലാളികൾ ദുരിതത്തിൽ. 6000-ത്തിലധികം തൊഴിലാളികളാണ് പ്രതിസന്ധി നേരിടുന്നത്. 50 ലക്ഷത്തിലധികം രൂപയാണ് കാസർഗോഡ് ജില്ലയിൽ മാത്രം തൊഴിലാളികൾക്കും കൈത്തറി സംഘങ്ങൾക്കുമായി ലഭിക്കാനുള്ളത്. കുടിശ്ശിക കിട്ടാണ്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കുറേ ആൾ ഇങ്ങനെ വിട്ടുപോയി എന്ന് പറഞ്ഞെങ്കിൽ ബസ്സിന് പൈസ കൊടുക്കണം, ജീവിക്കാനുള്ള പ്രാരാബ്ദം, ഇത് മരുന്നിൻ്റെ പൈസ, ഇതെല്ലാം ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഒരു മാക്സിമം രാവിലെ മുതൽ വൈകുന്നേരം 5:30 വരെ ഇരുന്നാൽ ഒരു 300 റുപ്യ 350 റുപ്യ കിട്ടും. അത്ര സംസ്ഥാനത്തെ 500ഓളം വരുന്ന പരമ്പരാഗത കൈത്തറി നെയ്ത്ത് സംഘങ്ങളാണ് ഇടക്കാല പ്രതിസന്ധിയിലായിട്ടുള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 500 നെയ്ത്ത് സംഘങ്ങളിൽ 80 സംഘങ്ങളാണ് സജീവമായി പ്രവർത്തിക്കുന്നത്. ഇതിൽ 6500 കൈത്തറി നെയ്ത്ത് തൊഴിലാളികളും 15000-ത്തിലധികം അനുബന്ധ തൊഴിലാളികളും ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്കാണ് 8 മാസമായി കൂലി ലഭിക്കാതായിട്ട്. 40% സംഘങ്ങളും 60% സർക്കാരുമാണ് കൂലി ഇനത്തിൽ ഇവർക്ക് നൽകേണ്ടത്. സ്കൂളുകളിലേക്ക് യൂണിഫോം ഒരുക്കുന്ന ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ സംഘങ്ങൾക്ക് നൽകിയിരുന്നു. ഇതുപ്രകാരം സ്കൂൾ യൂണിഫോം തയ്യാറാക്കി നൽകിയ സംഘങ്ങളാണ് 8 മാസമായി കൂലി ലഭിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഒരു 2 മാസത്തിൽ കൂടുതലെങ്കിലും ഒരിക്കലെങ്കിലും കൊടുത്തെങ്കിൽ അവർക്കൊരു ഒരുപാട് സഹായമാണ്. കാസർഗോഡ് സാരി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലും എല്ലാം പേര് കേട്ടതാണ്. എല്ലാവർക്കും ഭയങ്കര ഉപയോഗിക്കുന്നവർ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നൊരു സാധനമാണ്. പക്ഷേ ഇത് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് അതിൻ്റെ ഒരു മെച്ചം കിട്ടുന്നില്ല. നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ട് അവർക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷേ അതിൻ്റെ കൂലിയാണ് ഈ മെമ്പേഴ്സിന്, യൂണിഫോം ഉണ്ടാക്കുന്ന മെമ്പേഴ്സിന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് ഇപ്പോൾ 8 മാസമായി കൂലി കിട്ടാത്ത. ഗവൺമെൻറ് ഇവർ ചെയ്യുന്നതിനുള്ള കൂലി ശരിക്കും മാസങ്ങളായിട്ട് അവർക്ക് അങ്ങനെ അതുപോലെ തന്നെ കിട്ടുന്ന പോലെ എന്തെങ്കിലും സൗകര്യം ചെയ്ത് കൊടുത്താൽ അവർക്കും നല്ലത്, നമുക്കും അതിൻ്റെ എന്തെങ്കിലും ഒരു മെച്ചം കിട്ടുമെന്ന് തോന്നുന്നു. ഖാദി ഗ്രാമ നെയ്ത്ത് നൂൽനൂൽപ്പ് മേഖലകളിലായി 10000-ത്തിലധികം പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നവയാണ് ഈ മേഖല. ഖാദി ഗ്രാമ വ്യവസായങ്ങൾക്കായി 14.80 കോടി രൂപ ഇടക്കാല ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ ഗുണം സംഘങ്ങൾക്കും തൊഴിലാളികൾക്കും എന്ന് ലഭിക്കുമെന്ന് അറിയില്ല. പരമ്പരാഗത വ്യവസായങ്ങളുടെ ഉൽപ്പാദന വിപണന പ്രവർത്തനങ്ങൾക്കായി അധികമായി 11 കോടി രൂപയും ഇടക്കാല ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ കൂലിക്കുടിശ്ശിക അടിയന്തരമായി ലഭിച്ചാൽ മാത്രമേ സംഘങ്ങൾക്കും തൊഴിലാളികൾക്കും നെയ്ത്ത് സംഘങ്ങൾക്കും പിടിച്ചു നിൽക്കാനാവൂ. ഓണവിപണിയിലേക്ക് ഉൾപ്പെടെ പ്രതീക്ഷയോടെ ഉൽപ്പന്നങ്ങൾ ഒരുക്കുന്ന ഘട്ടത്തിലാണ് കൂലി പ്രതിസന്ധി നെയ്ത്ത് സംഘങ്ങളെയും തൊഴിലാളികളെയും പ്രതിസന്ധിയിലാക്കുന്നത്. ലോകോത്തരമായ കാസർഗോഡൻ സാരിയുടെ പെരുമ നിലനിർത്താൻ രാപ്പകൽ കഷ്ടപ്പെടുന്ന മനുഷ്യരാണിവർ. അവരെ ചേർത്ത് നിർത്തണം. സർക്കാർ അവരെ അടിയന്തരമായി പരിഗണിക്കണം. കാസർഗോഡ് നിന്നും ക്യാമറ പേഴ്സൺ അഭിഷേക് സുരേഷിനൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.